رب السماوات والأرض وما بينهما فاعبده واصطبر لعبادته هل تعلم له سميا ويقول الإنسان أإذا ما مت لسوف أخرج حيا أولا يذكر الإنسان أنا خلقناه من قبل ولم يك شيئا فوربك لنحشرنهم والشياطين ثم لنحضرنهم حول جهنم جثيا ثم لننزعن من كل. السلام عليكم. ഒന്നാനാകാശത്തിന്റെയും മീതെ 6 ആകാശങ്ങൾ കൂടിയുണ്ട് എന്നാണ് ഖുർആൻ 60-ാം അധ്യായം സൂറത്ത് മുൽക്ക് 3, 4, 5 വചനങ്ങളിലൂടെ മാനവരാശിയെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത് ഫിസ്സമാ എന്ന് പറഞ്ഞാൽ ഉപരിലോകത്ത്. അതാണ് ഇസ്ലാമിന്റെ ശരിക്കുള്ള മറുപടി. ഒരു ചോദ്യം അതായിരുന്നു, അയിനല്ലാ, അല്ല എവിടെ? എല്ലായിടത്തും ഉണ്ട് എന്നത് ശങ്കരാചാര്യരുടെ മറുപടിയാണ്, ഇസ്ലാമിന്റെ മറുപടിയല്ല. മുസ്ലിങ്ങൾ ഇത് ശരിക്കും മനസ്സിലാക്കണം. ഇത് അഹം ബ്രഹ്മാസ്മി തത്വമസി ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവനാപരാ എന്നത് ശങ്കരാചാര്യരുടെ സിദ്ധാന്തമാണ്. ബ്രഹ്മസത്യം ജഗത് വിദ്യ ജീവോ ബ്രഹ്മൈവനാപരാം എന്നത് ശങ്കരാചാര്യരുടെ സിദ്ധാന്തമാണ്. ഈ ലോകം മുഴുവനും അല്ലേ, ഇതൊക്കെ ഞാനും നീയും, അനൽ ഹഖ് അൻതൽ ഹഖ്, അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാനും നീയും ഒക്കെ പടച്ചോനാണ്. ഈ കാണുന്നതൊക്കെ പടച്ചോനാണ്. ഈ ക്യാമറ പടച്ചോനാണ്, ഈ കേബിൻ പടച്ചോനാണ്, ഈ ട്യൂബ് പടച്ചോനാണ്, ഈ കണ്ടതെല്ലാം പടച്ചോനാണ്. അങ്ങനെ എല്ലാം പടച്ചോനാണ് എന്ന് പറയുന്ന സിദ്ധാന്തം ഇസ്ലാമിനില്ല. അപ്പൊ അയിനല്ലാ എന്ന ചോദ്യത്തിന്റെ മറുപടി എന്താ മുസ്ലിങ്ങളെ? ഫിസ്സമാ എന്നതാണ് മറുപടി. സൂറത്ത് മുൽക്ക് 60-ാം അധ്യായം 15, 16, 17 വചനങ്ങൾ വായിച്ചു നോക്കൂ. ഉപരിലോകത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയും എന്നതിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടുന്നില്ലയോ എന്ന് പടച്ചോന്റെ ചോദ്യം. ഇനി എല്ലാ മുസ്ലിമീങ്ങൾക്കും അറിയാവുന്ന ഒരു ഹദീസ് ഉണ്ട്, എല്ലാ സംഘടനകൾക്കും. അതെന്താ? ഇർഹമോ മൻ ഫിൽ അർളി ഇർഹമകും മൻ ഫിസ് സമാ, ഇർഹമോ മൻ ഫിൽ അർളി ഇർഹമകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുക. അപ്പൊ അല്ലാഹു എവിടെ? ഫിസ് സമാ. അതാണ് ഇസ്ലാമിന്റെ അഖീദ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. അത് വിശ്വസിക്കണം മുസ്ലിമീങ്ങൾ എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. പുതിയതായി ഒന്നും പറഞ്ഞില്ല. ഞാൻ ആയത്തുകൾ ഉദ്ധരിച്ചു, ഹദീസുകൾ ഉദ്ധരിച്ചു, തെളിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി ഇമ്മാ ഷാകിറൻ വ ഇമ്മാ കഫൂറ ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ഞങ്ങളുടെ ബാധ്യതയാണ്, ആ ബാധ്യത നിർവഹിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പ്രവാചകന്മാർ അള്ളാഹുവിനെ എങ്ങനെ പരിചയപ്പെടുത്തിയത് അത് നമ്മൾ ശരിക്കൊന്ന് പഠിക്കേണ്ടതല്ലേ? ഇപ്പൊ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പ്രബോധനം ചെയ്ത മഹാനായ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരിൽ ഒന്നാമത്താണ് അല്ലേ? 5 പ്രവാചകന്മാരിൽ, ഉലുൽ അസ്മിന്റെ 5 പ്രവാചകന്മാരിൽ ഒന്നാമത്തെ ആള് നൂഹ് അലൈഹിസ്സലാം, രണ്ടാമത്തെ ആള് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, മൂന്നാമത്തെ ആള് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, നാലാമത്തെ ആള് മസീഹുല്ലാഹി ഈസ അലൈഹിസ്സലാം, അഞ്ചാമത്തെ ആള് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഈ പ്രവാചകന്മാർ 25 പ്രവാചകന്മാരെ പേരെടുത്തുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ പ്രവാചകൻ മൂസ അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് 4 സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് അറിവുകൾ. ആ പ്രവാചകന്മാരുടെ ആ പാത പിന്തുടരണം എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്താകുമോ? പുതിയ വാദമാകുമോ? ഒരിക്കലുമില്ല. ആ പ്രവാചകന്മാർ കാണിച്ച വഴിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്നാണ് നമ്മൾ പറയുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആം 6-ാം അധ്യായം 86 മുതൽ ഒരു 90-100 വരെയുള്ള വചനങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. അവിടെ 18 പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞു. 18 പ്രവാചകന്മാരുടെ ആ 18 പ്രവാചകന്മാരുടെ തൊട്ട് താഴെയായ ആയത്തുകളിലായി 3 വചനങ്ങളിലായി 18 പ്രവാചകന്മാരുടെ പേരെടുത്തിട്ട് അല്ലാഹു പറഞ്ഞു, അവരൊക്കെ അല്ലാഹു മാർഗദർശനം നൽകിയവരാണ്, നിങ്ങൾ അവരെ പിന്തുടർന്നോളൂ, അതാകുന്നു നിങ്ങൾക്ക് നല്ലത്. അപ്പൊ നമ്മുടെ ചോദ്യം, ഈ പ്രവാചകന്മാർ കാണിച്ച വഴിയേക്കാൾ ഉത്തമമായ ഒരു വഴി വേറെ ഉണ്ടോ? ഞങ്ങൾ ചിന്തിക്കുന്ന അതാണ്.
ആ പ്രവാചകന്മാർ കാണിക്കാത്ത ഊഹത്തിന്റെ, കള്ളക്കഥകളുടെ, ഇല്ലാത്ത കഥകളുടെ, ഇല്ലാത്ത കറാമത്തുകളുടെ പേരിൽ മനുഷ്യർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ഇസ്ലാമിനെതിരാവും? വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പോലെ, അമ്പിയാക്കൾ പഠിപ്പിച്ച പോലെ, ഔലിയാക്കൾ പഠിപ്പിച്ച പോലെ, സലഫുകൾ പഠിപ്പിച്ച പോലെ. ഞാൻ അതൊന്നുകൂടെ ക്ലിയർ ആക്കാം, ഖുർആനിന്റെ വചനത്തിലൂടെ തന്നെ അത് ക്ലിയർ ആക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസാ 4-ാം അധ്യായം, ഖുർആനിലെ 4-ാം അധ്യായം, ഈ 4-ാം അധ്യായത്തിൽ 115-ാമത്തെ വചനം, 1:15. ഈ 115-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യുശാഖിഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ. ആയത്തിന്റെ അർത്ഥം ശരിക്ക് കേട്ടോ യുവാക്കളെ, ജീവിതം എന്ന് അവസാനിക്കും നമുക്ക് പറയാൻ കഴിയില്ല. എന്നാണ് നമ്മളൊക്കെ മരിക്കാൻ നമുക്ക് പറയാൻ കഴിയില്ല. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ എവിടെ വെച്ച് മരിക്കും അതും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. وما يعمر من معمر ولا ينقص من عمره إلا في كتاب إن ذلك على الله يسير. ആർക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സ് നൽകും, ആർക്കൊക്കെ അല്ലാഹു ഹ്രസ്വായുസ്സ് നൽകും, നിങ്ങൾക്ക് ഒരാൾക്ക് പറയാൻ കഴിയില്ല. എല്ലാം അല്ലാഹുവിന്റെ കിതാബിലാണ്. 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ 34-ാമത്തെ വചനം, 35-ാം അധ്യായം സൂറത്തു ഫാത്തിർ 11-ാമത്തെ വചനം. അപ്പൊ നാളെ എന്ത് സംഭവിക്കും നമുക്കൊരാൾക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ശരിക്ക് ശ്രദ്ധിക്കുക. വമൻ യുശാഖിഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. ആയത്ത് നിങ്ങൾ ഉസ്താദുമാരോട്, ഇനി ഖുർആനിലെ നമ്മുടെ കയ്യിലെ പരിഭാഷ ഉണ്ടല്ലോ, എളുപ്പമാണ് കേട്ടോ. അതായത് ഈ പ്രസംഗത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്റെ പ്രസംഗം കൊണ്ടുള്ള പ്രത്യേകതയല്ല, മറിച്ച് ഈ പ്രസംഗത്തിന്റെ പ്രത്യേകത ആയത്ത് നമ്പറും അധ്യായ നമ്പറും പറയും. ഏത് പള്ളിയിൽ ഇരുന്നിട്ടും ഏത് കടയിൽ ഇരുന്നിട്ടും അങ്ങനെ ഒരു ആയത്തുണ്ടോ എന്ന് നോക്കാം, ആ അർത്ഥം ശരിയാണോ എന്ന് നോക്കാം, അതിന്റെ വ്യാഖ്യാനം ശരിയാണോ എന്ന് നോക്കാം, വ്യക്തിപരമായോ പ്രാസ്ഥാനികമായോ വെറുതെ അഭിപ്രായം പറയാണോ എന്ന് നോക്കാം. അത്ര കൃത്യമാണ്. സോളിഡ് എവിഡൻസ്, സിമെന്റഡ് പ്രൂഫ്, ബ്രിങ് ദ എവിഡൻസ്, ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ബ്രിങ് ദ എവിഡൻസ്. എവിടെ തെളിവ്? വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 111-ാമത്തെ വചനം. എവിടാ നിങ്ങൾ പറയണേ? പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല, കലാപൊന്നും ഉണ്ടാക്കണ്ട, തെളിവ് തന്നാ മതി. ബ്രിങ് ദ എവിഡൻസ്, ഖുൽ ഹാതു ബുർഹാനകും. ആ തെളിവാണ് പറയുന്നത്. വമൻ യുശാഖിഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. അതായത് അല്ലാഹു മനുഷ്യന് കൃത്യമായി ഹിദായത്ത് വ്യക്തമാക്കി കൊടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ട് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു നിൽക്കുക. ആ മഹാനുഭാവനെ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്കെതിരെ. പിന്നെയോ ഗൈറ സബീലിൽ മുഅ്മിനീൻ. എന്താണ് ഗൈറ സബീലിൽ മുഅ്മിനീൻ? അതിനാണ് സലഫി മൻഹജ് എന്ന് പറയാ. അൽ മൻഹജു സലഫ്. മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ പ്രഥമ സംബോധിത സമൂഹമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, തൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹ്, അതുപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഖുബൈബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അതെ അങ്ങനെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തുടങ്ങി മഹാന്മാരായ സഹാബികൾ ഉണ്ടല്ലോ. ആ സഹാബികൾ താബീങ്ങളും താബീങ്ങളും ഒക്കെയായി പിന്നീട് അവരിൽ നിന്നുണ്ടായിട്ടുള്ള ആ ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ ഉത്തമ തലമുറയുണ്ടല്ലോ. ആ തലമുറ വിശ്വസിച്ച് ആചരിച്ച് അനുഷ്ഠിച്ച് ശീലിച്ച വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും അത് വിട്ട് 10 കൊല്ലം മുമ്പുള്ളതോ 5 കൊല്ലം മുമ്പുള്ളതോ 50 കൊല്ലം മുമ്പുള്ളതോ ആയ ഒരാദർശം ഒരാൾ സ്വീകരിച്ചാൽ അല്ല പറയാണ്, നുവല്ലിഹി മാ തവല്ല, അവനെ തിരിഞ്ഞിടത്തേക്ക് നാം തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, എന്നിട്ട് നാം അവനെ നരകത്തിലേക്ക് നയിക്കും. വസഅത് മസീറ, അതത്ര മോശമായ താവളമാണ്. ഇനി ഞാൻ വളരെ ഹൃദയത്തെ തട്ടി ചോദിക്കുകയാണ്, ഒന്നും മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന ഒരു പ്രകൃതി അല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ ഒരു 50-60 വയസ്സുള്ള ആളുകള്, കാരണവന്മാരായിട്ടുള്ള ആളുകള് എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടാവും. ഒരു 15 കൊല്ലം 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇല്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് പള്ളിയിൽ ഒരു നിസ്കാരത്തിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെ ദിക്റുകള്, എന്തൊക്കെ സലാത്തുകള്. നിങ്ങൾ ചോദിക്കുക, 50 കൊല്ലം മുമ്പ് ജീവിച്ച നമ്മുടെ ബാപ്പ അത് അറിഞ്ഞിട്ടില്ല.
ഇല്ല. നമ്മുടെ ഉപ്പ അത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. നമ്മൾ ഉണ്ടാക്കി ഓരോ ദിവസവും ഓരോ പുതിയ സംഗതികൾ. എന്നിട്ട് നമ്മൾ പറയുന്നു നമ്മളാണ് സാക്ഷാൽ വിശ്വാസികൾ. ഞങ്ങൾ പറയുന്ന അതല്ല. റസൂലുള്ള മരിക്കണതിന് മുമ്പ് എന്ത് ദീനാണോ അതിലൊരു സൂചി മുനമ്പ് കൂട്ടാനോ അവകാശമല്ല, കുറക്കാനോ അവകാശം. ഞങ്ങളുടെ വാദമാണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുൽ ഇസ്ലാമ ദീന. അൽ യൗമ ദുൽഹജ്ജ് 9 പറയുന്നു അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ 5-ാം അധ്യായം സൂറത്ത് മാഇദ 3-ാമത്തെ വചനമാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മതമായി ഇസ്ലാമിനെ തൃപ്തിപ്പെട്ട് തന്നിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ അള്ളാഹു പൂർത്തിയാക്കിയ ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദീൻ, അതിലൊന്നും കൂട്ടരുത് എന്ന് പറഞ്ഞാൽ ആ വിഭാഗം പിഴച്ചവരാവൂ? ഞങ്ങളുടെ സംശയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞങ്ങൾ പറയുന്നത് ഒരു ബിദ്അത്ത്, അതായത് ദീനിലില്ലാത്ത ഒരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ തിരുത്താൻ റെഡിയാണ്. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് ഒരിക്കലും തെറ്റിൽ ഉറച്ചു നിൽക്കില്ല ഞങ്ങൾ. കാരണം ഞങ്ങൾ വിശ്വാസികളാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞുകൊണ്ട് തിന്മയിൽ ഉറച്ചു നിൽക്കുന്നവരല്ല അവർ. ഖുർആനിലെ 3-ാം അധ്യായം 135-ാമത്തെ വചനമാണ്. അതുകൊണ്ട് ഇന്നത് തെറ്റാണ് എന്ന് ഉസ്താദ് ചൂണ്ടിക്കാണിച്ചാൽ, അറിവുള്ളവർ ചൂണ്ടിക്കാണിച്ചാൽ നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്താവുന്നതാണ്. കാരണം നമ്മുടെയൊക്കെ ലക്ഷ്യം സ്വർഗപ്രാപ്തിയാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ തിരുത്തേണ്ടവരാണ് വിശ്വാസികൾ. അതാണ് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ ആലോചിക്കും, മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ജനങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങിച്ചു. നിങ്ങൾ ശരിക്കറിയണം, ഒരു പ്രവാചകനും വീട്ടിലിരുന്നിട്ട് ആളുകൾ അങ്ങോട്ട് ചെന്ന്, അതായത് പ്രവാചകന്മാരുടെ വീട്ടിലേക്ക് ചെന്ന് പ്രവാചകന്മാരെ കണ്ട് ടോക്കൺ എടുത്ത് ക്യൂ നിന്ന് പ്രവാചകന്മാർ പച്ചവെള്ളത്തിൽ മന്ത്രി ചൂതിക്കൊടുത്ത് ചരട് മന്ത്രി ചൂതിക്കെട്ടി അങ്ങനെ തങ്ങന്മാരായി ബീവിമാരായി വലിയകളായി വീട്ടിലിരുന്ന ഒരൊറ്റ നബിയെയും നിങ്ങൾക്ക് ഖുർആനിൽ കാണാൻ കഴിയില്ല. ഒരൊറ്റ നബിയെയും. എല്ലാ നബിമാരും റോട്ടിലാ, അങ്ങാടിയിലാ, ഉക്കാല ചന്തയിലാ, ദുൽമജാസില. അല്ലേ? നിങ്ങൾ ആലോചിച്ചു, നൂഹ് നബി അലൈഹിസ്സലാം നിങ്ങൾ ഖുർആൻ എടുത്ത് മറച്ചു വെച്ചോ. ഖുർആനിലെ 71-ാം അധ്യായം സൂറത്ത് നൂഹ് 28 ആയത്തുകൾ അതിലുള്ളത്. വെറും 28 ആയത്തുകൾ, മക്കിയായ സൂറത്താണ്. ഇനി ഇതിൽ കൂടുതൽ എന്താ നിങ്ങളോട് പറയേണ്ടത്? ആ സൂറത്ത് നൂഹിലെ 28 വചനങ്ങൾ നിങ്ങൾ ഓർഡർ അനുസരിച്ചൊന്ന് വായിച്ചു നോക്ക്. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി, അല്ലേ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ ഖൗമിലേക്ക് നിയോഗിച്ചു. അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. വേദനാജനകമായ ഒരു ശിക്ഷ വരുന്നതിന് മുമ്പ് ആ ജനങ്ങൾക്ക് താക്കീത് നൽകാൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിച്ചു. വിശുദ്ധ ഖുർആൻ നേർക്ക് നേരെ പറയാ. എന്നിട്ട് നൂഹ് നബി പറഞ്ഞു ആ ജനങ്ങളോട്, ഖാല യാ ഖൗമി ഇന്നി ലക്കും നദീറും മുബീൻ, ഞാൻ നിങ്ങളിലേക്കുള്ള വ്യക്തമായ താക്കീതുകാരനാണ്. മാത്രമല്ല ഇന്നി ലക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായ ദൂതനാണ്. ഒരിക്കലും ഞങ്ങൾ നിങ്ങളെ ചതിക്കില്ല, നിങ്ങളെ വഞ്ചിക്കില്ല, ഞങ്ങളെ ചൂഷണം ചെയ്യില്ല. സ്ത്രീകളെ ഞങ്ങൾ ചൂഷണം ചെയ്യില്ല, വയോവൃദ്ധന്മാരെ ചൂഷണം ചെയ്യില്ല, നിങ്ങളിൽ ഒരാളെയും ഞങ്ങൾ ചതിക്കില്ല. ഞങ്ങൾ നിങ്ങളെ ചതിച്ചു എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവില്ല എന്ന് പ്രവാചകന്മാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങാടിയിൽ ഇറങ്ങി ജനങ്ങളെയൊക്കെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, എന്റെ ജനങ്ങളെ, മാലി അദൂകും മിലൻ നജാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കൂ, സൂറത്ത് ശൂറയിൽ സൂറത്ത് മുഅ്മിൻ ആഫിർ എന്ന് പറയുന്ന 40-ാമത്തെ അധ്യായം അവിടെ പരിശോധിച്ചാൽ കാണാം, ജനങ്ങളെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നജാത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്, മോക്ഷത്തിലേക്കാണ്. പക്ഷേ നിങ്ങൾ എന്നെ നയിക്കുന്നത് നരകത്തിലേക്കാണ് എന്നാണ്. അപ്പൊ പ്രവാചകന്മാർ ലോകത്ത് മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളത് ഏകദൈവ വിശ്വാസത്തിലേക്കും സ്വർഗത്തിലേക്കുമാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് രാവെന്ന വ്യത്യാസമില്ലാതെ, പകലെന്ന വ്യത്യാസമില്ലാതെ, രാവും പകലും വ്യത്യാസമില്ലാതെ ഉറക്കെ പറഞ്ഞു. ചിലരോട് ഉറക്കെ പറഞ്ഞു, ചില ആളുകളോട് പതുക്കെ പറഞ്ഞു, ചില ആളുകളോട് സ്വകാര്യമായി പറഞ്ഞു, ചില ആളുകളോട് പരസ്യമായി പറഞ്ഞു. അത് പറയുന്ന രംഗം നോക്കൂ നിങ്ങൾ. ഖുർആനിൽ 71-ാം അധ്യായം 5-ാമത്തെ വചനം, 6-ാമത്തെ വചനം, 7-ാമത്തെ വചനം, 8-ാമത്തെ വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നൂഹ് നബി അലൈഹിസ്സലാം പറയാ, ഖാല റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറാ. പടച്ചവനെ, അല്ലാഹുവേ, ഞാൻ ഈ ജനങ്ങളെ രാവും പകലും വ്യത്യാസമില്ലാതെ
കേട്ടോ, രാവെന്ന പകലെന്ന വ്യത്യാസമില്ലാതെ ഈ ജനതയെ നാഥാ ഞാൻ നിന്നിലേക്ക് ക്ഷണിച്ചു. എന്നിട്ടോ ഫലം യസിദും ദുആഇ ഇല്ലാ ഫിറാറാ, എന്റെ വിളി അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിച്ചതല്ലാതെ മറ്റൊന്നുമില്ല. എന്റെ വിളി അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിച്ചതല്ലാതെ മറ്റൊന്നുമില്ല. ഒരു പ്രവാചകൻ പറയാ, ഞാൻ പ്രസംഗിച്ചിട്ട് ആളുകൾ കേട്ടില്ല. ഈ ഒരു അനുകൂല സാഹചര്യം പോലും ഇല്ല പ്രവാചകന്മാർക്ക്. ആലോചിച്ചു നോക്ക് നിങ്ങൾ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറയാ, എന്നിട്ട് നൂഹ് നബി ആ ജനങ്ങളോട് പറഞ്ഞ കാര്യം നേർക്ക് നേരെ അല്ലാഹു ഖുർആനിൽ പറയാ. ഇതാണ് നമ്മൾ ജനങ്ങളോട് പറയുന്നത്, നേർക്ക് നേരെ. നിങ്ങൾ പറയുന്നത് എവിടെ? ഇത്രാമത്തെ അധ്യായത്തിൽ, ഇന്ന സൂക്തത്തിൽ, ഇന്ന വ്യാഖ്യാനത്തിൽ, ഇന്ന് ക്ലിയറായി പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസംഗം അവസാനിച്ചത് ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ നോക്കൂ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാ, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലി സമാ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാതി വയജഅൽ ലക്കും അൻഹാറാ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. ഖുർആനിലെ 71-ാം അധ്യായം സൂറത്തുൻ നൂഹ് 10 മുതൽ 12 വരെയുള്ള വചനം. 10-ാമത്തെ വചനം മുതൽ 12 വരെ അല്ലെ, ആലോചിച്ചു നോക്കൂ. ആ വചനം പറയുന്നത് എന്തറിയോ? ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. പാപമോചനം തേടേണ്ടത് അല്ലാഹുവിനോടാണ്. അല്ലാഹുവിനോടാണ് നിങ്ങൾ പാപമോചനം തേടേണ്ടത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാ, നൂഹ് നബിയെ പറ്റി ആ നാട്ടുകാർ പറഞ്ഞതെന്നറിയോ? ഇവൻ പുത്തൻവാദിയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹുവിനോടാണ് ഇസ്തിഗ്ഫാർ നടത്തേണ്ടത്. എന്താ തെളിവ്? നൂഹ് നബി അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറയാണോ? അല്ല, ഖുർആൻ പറയാണ്. ഖുർആനിലെ 71-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ പറയാ, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ. പക്ഷേ മങ്കൂസ് എന്ന് പറയുന്ന ഒരു മൗലൂദ് ഉണ്ട്, നിങ്ങൾക്കറിയാലോ. അതിൽ പറയുന്ന ഒരു തെറ്റ്, അത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ, ഇർതഖബ്തു അലൽ ഖതാ വൈറ ഹസിരിൻ വഹദത് ലകാഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പാപമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ഓ പ്രവാചക, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിരിക്കുന്നു, പാപമാകുന്ന വാഹനത്തിൽ കയറിയിരിക്കുന്നു. എന്റെ ആലംബമേ, എന്റെ ആശ്രയമേ, എന്റെ പാപം പുറത്തു തരണമേ യജമാനനായ നബിയേ. അതാണ് ശിർക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാപമോചനം തേടുക, അത് ഇസ്ലാം പഠിപ്പിക്കാത്തതാകുന്നു എന്ന് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ കാര്യം പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് നിങ്ങൾ ആദം നബിയെ വിളിച്ച് ഇസ്തിഗ്ഫാർ നടത്തിക്കോളൂ എന്നല്ല, മറിച്ച് നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോളൂ. സഹോദരങ്ങളെ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയോട് ആവശ്യപ്പെടുന്ന വളരെ പ്രധാനമായ കാര്യം എന്താണ്? ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ, എങ്കിൽ യുർസിലി സമാ അലൈക്കും മിദ്റാറാ. അല്ലാഹു നിങ്ങൾക്ക് സമൃദ്ധമായി മഴ ചൊരിഞ്ഞു തരുന്ന. ഇപ്പൊ നിങ്ങൾ നോക്ക്, കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലൊക്കെ നല്ല അടിച്ചു തൂഫാനാക്കിയ മഴയാണ്. എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വിട്ടാ മഴയില്ല. ആലോചിക്കേണ്ടതാണ് പല കാര്യങ്ങളും. ഹദീസുകളിൽ പലതും വന്നിട്ടുണ്ട്. നമ്മുടെ വിശ്വാസികൾ, മുസ്ലിമീങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അതിശക്തമായ മഴ പെയ്യേണ്ട ഒരു കാലഘട്ടമാണിത്. അപ്പൊ ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, അല്ലാഹു നിങ്ങൾക്ക് സമൃദ്ധമായി മഴ ചൊരിഞ്ഞു തരും എന്നാണ് പടച്ച തമ്പുരാൻ പറയുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് സന്താനങ്ങൾ നൽകും, നിങ്ങൾക്ക് അഭിവൃദ്ധികൾ നൽകും. മാത്രമാണോ, നിങ്ങൾക്ക് അരുവികൾ ഒഴുക്കിത്തരും. അരുവികൾ ഒഴുക്കിത്തരും നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ. അപ്പൊ അല്ലാഹുവിനോടാണ് ഇസ്തിഗ്ഫാർ നടത്തേണ്ടത് എന്നതാകുന്ന തൗഹീദിന്റെ ഒരു വശം. എത്ര വലിയ തെറ്റ് ചെയ്താലും അല്ലാഹുവിനോട് പറയണമെന്ന താവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാരുടെ ബെയ്ത്തിൽ തന്നെ കാണാം, തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ പിന്നെയും. തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ പിന്നെയും. നീ എത്ര തന്നെ തെറ്റ് ചെയ്താലും അല്ലാഹുവിലേക്ക് നിന്റെ കൈ നീട്ടിക്കോ, അല്ലാഹു ആ കൈ തട്ടുകയില്ല. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം
ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. 39-ാം അധ്യായം സൂറത്തു സുമർ 53-ാമത്തെ വചനമാണ്. തെറ്റുകൾ ചെയ്ത എന്റെ അടിമകളോട് പറയുക നബിയേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് പാപങ്ങൾ ചെയ്തു പോയി, തെറ്റുകൾ ചെയ്തു പോയ എന്റെ അടിമകളോട് പറയൂ പ്രവാചക, അവരെത്ര തന്നെ തെറ്റ് ചെയ്താലും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് അവർ നിരാശരാവരുത് എന്ന് പറയൂ പ്രവാചക. എല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുമെന്നും പറയൂ പ്രവാചക. അപ്പൊ സഹോദരങ്ങളെ, പാപമോചനം അല്ലാഹുവിനോട് മാത്രം നടത്തേണ്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ, നിങ്ങൾ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങണേ. 66-ാം അധ്യായം സൂറത്ത് തഹ്രീം 8-ാമത്തെ വചനമാണ്. വിശുദ്ധ ഖുർആനിലുടനീളം നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ എന്ന യാഥാർത്ഥ്യം, അതാണ് പ്രവാചകന്മാരൊക്കെ പ്രബോധനം ചെയ്ത കാതലായ വശം. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ഇശാ നമസ്കരിക്കേണ്ട, ഞാൻ ആ ജമാഅത്തിന്റെ സമയമാകുമ്പോൾ നമുക്ക് നിർത്തി നിസ്കരിച്ച് പിന്നെ തുടങ്ങാം. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇനി നോക്കൂ, നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു പഠിപ്പിച്ചു. അല്ലാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടുക, അത് പ്രാർത്ഥനയാണ്. അത് അല്ലാഹുവിനോട് മാത്രം നടത്തുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഈ മാത്രം ഒഴിവാക്കിയ പിന്നെ ഇസ്ലാമില്ല. മാത്രം ഒഴിവാക്കിയ പിന്നെ ഇസ്ലാമില്ല. ഒരു പ്രവാചകനും അള്ളാഹുവിനോട് മാത്രം എന്നിടത്ത് അള്ളാഹുവിനോടും അംബിയായിനോടും എന്ന് പറഞ്ഞ ഒരു വാചകവും അള്ളാന്റെ കലാമിൽ കാണിക്കാൻ കഴിയില്ല. അള്ളാഹ് പറഞ്ഞെടുത്ത് എവിടെയെങ്കിലും വഖാല റബ്ബുക്കും ഉദൂനീന വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ, എന്റെ അടിമകൾ എന്നെ പറ്റി ചോദിച്ചാൽ എന്നോടും പ്രാർത്ഥിക്കാം, എന്റെ അമ്പിയാക്കളോടും പ്രാർത്ഥിക്കാം എന്ന് അള്ളാഹു പറഞ്ഞാൽ അത് നമ്മൾ അനുസരിക്കണം. അങ്ങനെ അള്ളാഹ് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അള്ളാഹു അതിനെ എതിർത്തതായിട്ടാണ് ഖുർആൻ കൊണ്ട് നമുക്ക് മനസ്സിലാവുക. മറ്റേതൊക്കെ നമ്മുടെ വ്യാഖ്യാനമാണ്, നമ്മുടെ ഊഹമാണ്. അത് തിരിച്ചണം എന്നാണ് നമ്മൾ പറയുന്നത്, പഠിക്കാം എന്നാണ് പറയുന്നത്. വളരെ ഗൗരവമായി നമ്മൾ വിലയിരുത്തണമെന്ന. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു, മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൂറത്ത് ഹൂദ് പരിശോധിച്ചു നോക്കൂ, 11-ാം അധ്യായം 38, 39, 40, 41 വചനങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. നൂഹേ, നിനക്കറിവില്ലാത്ത കാര്യത്തിൽ നീ എന്നോട് ആവശ്യപ്പെടരുത് എന്ന് വരെ പടച്ചവൻ വിലക്കിയതായി അവിടെ കാണാം. സ്വന്തം മകന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അവസാനം കപ്പലിൽ കയറുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റബ്ബി ഔഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നോക്കൂ, വിശുദ്ധ ഖുർആൻ 71-ാം അധ്യായം സൂറത്തു നൂഹ് അവസാനത്തെ വചനം 28-ാമത്തെ ആയത്ത്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനയുടെ മുൻഗണനാ ക്രമം പോലും ഇസ്ലാം പഠിപ്പിച്ചു. ആദ്യം ആര് പ്രാർത്ഥിക്കുകയാണെങ്കിലും അവനാന് വേണ്ടിയാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്, പിന്നെ മാതാപിതാക്കൾ, പിന്നെ ഏറ്റവും അടുത്ത ആളുകൾ, മുഅ്മിനുകൾക്ക്. ആ രൂപം തന്നെ ഖുർആൻ അവിടെ പഠിപ്പിച്ചെന്ന് സൂറത്ത് നൂഹിൽ 28-ാമത്തെ വചനത്തിൽ. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോടാണ് പൊറുക്കലിനെ തേടിയത്. അങ്ങനെ തേടാനാണ് ആവശ്യപ്പെട്ടത്. ഒരു പ്രവാചകനും നിങ്ങൾ ഞങ്ങളോട് പാപമോചനം തേടിക്കോളൂ എന്ന് പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. റസൂൽ പറഞ്ഞു, ഞാൻ തന്നെ പലപ്പോഴും 100 അല്ലെങ്കിൽ 70-ലധികം തവണ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന അല്ലേ, എത്ര ഹദീസുകളിൽ എത്ര കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും എല്ലാം പഠിപ്പിച്ച ദീനിൽ ഇസ്തിഗ്ഫാർ പടച്ച തമ്പുരാനോട് മാത്രമെന്ന്. അതിനെതിരായി ജീവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണെന്ന് പറയുന്നത്. നിങ്ങൾ ആ ചെയ്യുന്ന രീതി ശരിയല്ല, ഖുർആനികമായി ശരിയല്ല, ഇസ്ലാമികമായി ശരിയല്ല, പ്രവാചകന്മാരുടെ പാതയിലല്ല എന്ന് പഠിപ്പിക്കാനാണ്. പിന്നെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് വിളിക്കപ്പെട്ട സ്ഥാനമുള്ള, അല്ലേ, അള്ളാഹു അങ്ങനെ അദ്ദേഹത്തെ ഖലീലായി സ്വീകരിച്ചു. അങ്ങനെയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മില്ലത്ത അബീകും ഇബ്രാഹിം ഹുവ സമ്മാകുൽ മുസ്ലിമീൻ വമൻ യർഅബു അൻ മില്ലത്തി ഇബ്രാഹിം, ഇതൊക്കെ വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ പറ്റി. നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിന്തുടരണം. ഇബ്രാഹിം നബിയുടെ മാർഗത്തിനെതിരായി ഒരു വ്യക്തി നിലകൊണ്ടാൽ അവൻ സ്വന്തത്തെ തന്നെ വഞ്ചനയിൽപ്പെടുത്തി ാണെന്നാണ് സൂറത്ത് ബഖറ 2-ാം അധ്യായം 130-ാമത്തെ വചനത്തിൽ പറയുന്നത്. 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 78-ാമത്തെ വചനത്തിൽ, 78 ആയത്തെ സൂറത്ത് ഹജ്ജിൽ ഉള്ളൂ. ആ 78-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മില്ലത അബീകും ഇബ്രാഹിം ഹുവ സമ്മാകുൽ മുസ്ലിമീൻ. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം രോഗമായി
അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, എന്റെ രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്. എനിക്ക് രോഗം വന്നാൽ അത് ശിഫയാക്കുന്നവൻ പടച്ചതമ്പുരാനാണ്. അതുപോലെ തന്നെ എന്റെ പാപം പുറത്തു തരണമെന്ന് ഞാൻ ആരെ കുറിച്ചാണ് വിചാരിക്കുന്നത്? ആ നാഥൻ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്താനങ്ങളില്ലാത്ത ദുഃഖം അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചത് അല്ല പറഞ്ഞില്ല. എന്തിനാ? ഇബ്രാഹിം നബി കുട്ടികളില്ലാതെ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചത് പടച്ചോനോടാണ് എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറയുന്നത് എന്തിനാ? നിങ്ങളും ആ മാർഗം സ്വീകരിക്കണം എന്ന് പറയാനാ. അതിപ്പോ ഇബ്രാഹിം നബിയൊക്കെ അങ്ങനെ ചെയ്തോട്ടെ, നമുക്ക് അങ്ങനെയൊന്നും വേണ്ട എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ ചെയ്താൽ പരലോകത്ത് നഷ്ടമാണ് എന്ന് സ്നേഹത്തോടു കൂടി പറയാ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ ഡീറ്റെയിലുകളിലേക്ക് ഇൻഷാ അല്ലാഹ് ഇശാ നമസ്കാരത്തിന് ശേഷം നമ്മൾ കടന്നു ചെല്ലും. കുറച്ചു സമയം കൂടി, ഇശാ നമസ്കാരം കഴിഞ്ഞ് 8:30 ഇൻഷാ അല്ലാഹ് നമ്മൾ ഷാർപ്പ് തുടങ്ങി നമുക്കൊരു 9 മണിയാവുമ്പോൾ അങ്ങനെ അവസാനിപ്പിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വീണ്ടും ഒരുമിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഇശാ നമസ്കാരത്തിന്റെ മുമ്പായി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കുള്ള ഒരു ഹ്രസ്വമായ എത്തിനോട്ടം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പിതാവിനോടുള്ള ആദർശ പ്രബോധന ചരിത്രം, സ്വന്തം പിതാവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ആത്മാർത്ഥമായ ആ പ്രബോധനം. യാ അബതി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. കാണുവാൻ കഴിയാത്ത, കേൾക്കുവാൻ കഴിയാത്ത, യാതൊരു പ്രയോജനവും ചെയ്യാൻ കഴിയാത്ത കല്ലിന്റെ തുണ്ടത്തെയാണോ അങ്ങ് ആരാധിക്കുന്നത്? ഇബ്രാഹിം നബിയുടെ ചോദ്യമാണ്. ഖുർആനിലെ 19-ാം അധ്യായം സൂറത്ത് മറിയമിലെ 42-ാമത്തെ വചനമാണ്. യാ അബതി, എന്റെ പൊന്നുപ്പ, എന്റെ പൊന്നാര ബാപ്പ എന്ന് സ്നേഹത്തോടെ വിളിച്ചിട്ട് പറയുന്നത്, എന്റെ പിതാവേ, അങ്ങ് എന്തിനെയാണ് ആരാധിക്കുന്നത്? കാണുവാൻ കഴിയാത്ത, കേൾക്കുവാൻ കഴിയാത്ത, യാതൊരു പ്രയോജനവും ചെയ്യാൻ കഴിയാത്ത ഈ കല്ലിൻ തുണ്ടത്തെയാണോ അങ്ങ് ആരാധിക്കുന്നത് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വപിതാവിനോട് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അന്തിമഘട്ടം വരെ നമുക്കറിയാം, അദ്ദേഹം ഹാജറ ബീവിയെ വിവാഹം കഴിച്ച പ്രത്യേകമായ ഘട്ടം നമുക്കറിയാം. സാറാ ബീവിയെ കല്യാണം കഴിച്ച ഘട്ടവും നമുക്കറിയാം. അങ്ങനെ അടിമ സ്ത്രീയിൽ ഇബ്രാഹിം നബിക്ക് കുട്ടികൾ ഉണ്ടാകുന്ന രംഗം അള്ളാഹുവിന്റെ ഗ്രന്ഥം വിശദീകരിക്കുന്നു. സഹോദര, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചവനെ എനിക്കൊരു സ്വാലിഹായ കുട്ടിയെ തരണേ റബ്ബേ എന്ന് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇബ്രാഹിം നബി ഒരു ദർഗയിലും പോയില്ല, ഒരു മഹാനായ ഔലിയയുടെ സമീപത്ത് എന്ന് യാതൊരു നിലക്കുമുള്ള നേർച്ചകൾ നേർന്നില്ല. മറിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചവനെ സ്വാലിഹായ സന്താനത്തെ തരണേ റബ്ബേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതായി ഖുർആനിലെ 37-ാം അധ്യായം സൂറത്തു സാഫാത്തിലെ 100-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഇത് എന്തിനു വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? മനുഷ്യരെ, ഇബ്രാഹിം നബിയുടെ മാർഗം ഇതാണ്. ആ മാർഗം നിങ്ങൾ അവലംബിക്കണേ. വമയ്യർഅബു അൻ മില്ലതി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിയ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വൽ ആഖിറ. നോക്ക്, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മില്ലത്ത് നിങ്ങൾ പിന്തുടരണം. കാരണം അദ്ദേഹം പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. പടച്ചവനെ, റബ്ബി റബ്ബി ജിഅൽ ഹാദാ ബലദൻ ആമിനാ, പടച്ചവനെ ഈ പട്ടണത്തെ നിർഭയത്വത്തിന്റെ പട്ടണമാക്കണേ എന്ന് പരിശുദ്ധ കാബയുടെ സമീപത്ത് വെച്ച് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്. പടച്ചവനെ ഈ പട്ടണത്തെ നിർഭയത്വത്തിന്റെ പട്ടണമാക്കണം. റബ്ബി ജിഅൽ ഹാദാ ബലദൻ ആമിനാ, ഇതൊരു നിർഭയത്വമുള്ള പട്ടണമാക്കണേ റബ്ബേ എന്ന് അല്ലാഹുവിനെ വിളിച്ച് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആലിമുകൾ ഉൾക്കൊള്ളുന്ന, വലിയ പള്ളികൾ ഉൾക്കൊള്ളുന്ന, മിമ്പറുകൾ ഉൾക്കൊള്ളുന്ന ആളുകളെ സത്യത്തിലേക്ക് നയിക്കാൻ വിധിക്കപ്പെട്ട പണ്ഡിതന്മാരുടെ നാവുകളിൽ നിങ്ങൾ ചോദിച്ചു നോക്ക്, റബ്ബി ഹബിലി
മിനസ് സ്വാലിഹീൻ, പടച്ചവനെ എനിക്കൊരു സാലിഹായ സന്താനത്തെ തരണേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതായി 37-ാം അധ്യായം 100-ാമത്തെ വചനത്തിൽ കാണുന്നു. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ വൈദി യർഫ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈതി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ വബഅസ ഫീഹിം റസൂലാ. അങ്ങനെ എത്രയെത്ര പ്രാർത്ഥനകൾ സൂറത്ത് ബഖറ 2-ാം അധ്യായം 126-ലൂടെ 127-ലൂടെ 128-ലൂടെ 129-ലൂടെ 4 പ്രാർത്ഥനകൾ എടുത്തുദ്ധരിച്ചിട്ട് അല്ലാഹ് പറയുകയാണ്, ഇതാണ് ഇബ്രാഹിം നബിയുടെ പാത, ഈ പാത പിന്തുടർന്നോ അത് വിജയത്തിന്റെ പാതയാണ്. മില്ലത്താബീകും ഇബ്രാഹിം ഹുവ സമ്മാകുൽ മുസ്ലിമീൻ, അല്ലാഹു നിങ്ങൾക്ക് മുസ്ലിംകളെന്ന് നാമകരണം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്ത് പിന്തുടർന്നോ. അതാണ് രക്ഷയുടെ പാത, അതാണ് വിജയത്തിന്റെ പാത. അത് സ്വീകരിച്ചവർക്കോ അവർക്ക് സ്വർഗമുണ്ട്, അതിനെ എതിർത്തവർക്കോ അവർക്ക് നരകമുണ്ട്. വസീകല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ, നടക്കൂ നടക്കൂ സംഘങ്ങളായി നരകത്തിലേക്ക് നടക്കൂ എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ആ ആളുകളിൽ നിങ്ങൾ ചെന്നു ചേരരുത്, ആ ആളുകളിൽ നിങ്ങൾ പെട്ടുപോകരുത്, ആ ആളുകളുടെ വഴി നിങ്ങൾ സ്വീകരിക്കരുത്, നരകത്തിന്റെ വഴി നിങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങൾ സ്വർഗത്തിന്റെ വഴി സ്വീകരിക്കണം. ആ സ്വർഗത്തിന്റെ വഴി എങ്ങനെ നിങ്ങൾ സ്വീകരിക്കുന്നുവോ അതാകുന്നു നിങ്ങൾക്ക് ഉത്തമമായ പാത എന്ന് അല്ലാഹു ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സന്താനങ്ങളില്ലാത്ത ദുഃഖം അല്ലാഹുവിന്റെ മുമ്പിൽ വെക്കുന്നതായി നാം കാണുകയാണ്. ആ മാർഗം സ്വീകരിക്കാൻ അല്ലാഹു നമ്മളോട് പറയുകയാണ്. ആ മാർഗമല്ലാത്ത ഒരു വഴി നമുക്ക് സ്വീകാര്യമല്ല, പ്രവാചകന്മാർ പഠിപ്പിക്കാത്ത ഒരു വഴി നമുക്ക് സ്വീകാര്യമല്ല. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഫിറൗനിന്റെ കൊട്ടാരത്തിലേക്ക് തൗഹീദിന് പ്രബോധനത്തിന് പോകുമ്പോ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പടച്ചവനെ നീ എന്റെ നാവിന്റെ കെട്ടിക്കുടുക്ക് തീർക്കണേ, എന്റെ ഹൃദയം വിശാലമാക്കണേ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാകണേ എന്ന് മഹാനായ മൂസാ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതായി 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 25 മുതൽ 28 വരെയുള്ള സൂക്തത്തിൽ നമ്മൾ കാണുകയാണ്. മഹാനായ യൂസുഫ് നബി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ റബ്ബികദ് ആതൈതനി മിനൽ മുൽഖി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. 12-ാം അധ്യായം 101-ാമത്തെ വചനമാണ്. അവിടെ അല്ലാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാനായി അല്ലാഹു പറയുന്നു, ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയൂ പ്രവാചക, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല, ഞാൻ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മൾ പള്ളിയിലേക്ക് വലതുകാല് വെച്ച് കയറുമ്പോ അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക, പ്രാർത്ഥന അല്ലാഹുവിനോടാണ്. ബാത്റൂമിലേക്ക് ഇടതുകാല് വെച്ച് കയറുമ്പോ പിശാചിൽ നിന്ന് രക്ഷ തേടി നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് പുറത്തു വരുമ്പോ ഗുഫ്രാനക എന്ന് പറഞ്ഞ് പുറത്തു വരുന്നു. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോ നാം പ്രാർത്ഥിക്കുന്നു. വാഹനത്തിൽ കയറുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നു, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ. എല്ലാ പ്രാർത്ഥനകളും അല്ലാഹുവിനോടാണ്. അപ്പൊ പ്രാർത്ഥന അഖിലവും അല്ലാഹുവിനോട്. അതാണ് ഖുർആനിന്റെ മെസ്സേജ്. 1.25 ലക്ഷത്തോളം അമ്പിയാ മുർസലീങ്ങളിൽ ഒരു നബിയും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, ഔലിയാക്കൾക്ക് കറാമത്തില്ലേ? തീർച്ചയായും ഉണ്ട് എന്നതാണ് മറുപടി. അവർക്ക് കറാമത്തുണ്ട്, ഔലിയാക്കൾക്ക് മോചിതത്തുണ്ട്. പക്ഷേ ഔലിയാക്കളുടെ മോചിതത്ത് അവരോട് തേടാനുള്ള തെളിവായി ഖുർആൻ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ പള്ളിയിലെ മിഹ്റാബിൽ
സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. വന്ന് നോക്കുമ്പോ അവിടെ നമ്മൾ കാണുന്നത് അല്ലാഹു ആകാശത്തുനിന്ന് ഭക്ഷണം ഇറക്കി കൊടുക്കുകയാണ്. അത് കറാമത്തല്ലേ മുസ്ലിങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ? അത് കറാമത്തല്ലേ? ക്ഷേമകാലത്തല്ല, ക്ഷാമകാലത്ത്, പ്രയാസങ്ങൾ നിലനിൽക്കുന്ന കാലം, ഭക്ഷണമില്ലാത്ത കാലം, കട്ടപ്പാടുകൾ നിലനിൽക്കുന്ന കാലം, പട്ടിണി കിടക്കുന്ന കാലം, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹക്ക് അല്ലാഹു ആകാശത്തുനിന്ന് ഭക്ഷണം ഇറക്കി കൊടുക്കുന്ന അത്ഭുതം അത് കാണുകയാണ് മഹാനായ സക്കരിയ നബി. എന്നിട്ടോ കറാമത്തല്ലേ, മറിയം ബീവിക്ക് അല്ലാഹു നൽകിയതല്ലേ, സത്യമാണ്, സത്യമാണ്. അതിനെ നിഷേധിക്കുന്നവന് മുസ്ലിമാവില്ല. 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാൻ. അന്നാലകി ഹാദാ, ഇതെവിടെ നിന്നാണ്? ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാഹ്, ഇതൊക്കെ അല്ലാഹുവിൽ നിന്നാണ്. യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, അല്ലാഹ് കണക്ക് നോക്കാതെ കൊടുക്കുന്നതാണ്. അല്ലാഹ് കണക്ക് നോക്കാതെ കൊടുക്കും, അല്ലാഹു കണക്ക് നോക്കാതെ കൊടുക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, മറിയം ബീവിക്ക് അല്ലാഹു കറാമത്ത് നൽകി. അത് സത്യമല്ലേ? അത് സത്യമാണ്. അത് നിഷേധിക്കാൻ പാടുണ്ടോ? അത് നിഷേധിക്കാൻ പാടില്ല. പക്ഷേ കറാമത്തുള്ള മറിയം ബീവിയോടാണോ പിന്നെ സക്കരിയ നബി പ്രാർത്ഥിച്ചത്? അല്ലേ, അല്ല. അതാണ് ഖുർആൻ തൊട്ട് താഴെ ഹുനാലിക ദാ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. ആലോചിച്ചു നോക്ക്, സക്കരിയ നബി മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കറാമത്ത് നേരിട്ട് കാണുക. കണ്ടിട്ട് തേടിയോ? ഇല്ല, അല്ലാഹുവോടാ തേടിയത്. ഹുനാലിക ദാ സക്കരിയ റബ്ബഹു, അവിടെ വെച്ച് സക്കരിയ നബി തേടുകയാണ്. മറിയം ബീവിയോടല്ല, കറാമത്ത് കാണിച്ചവരോടല്ല, കറാമത്ത് കൊടുത്ത നാഥനോട്. ഇത് ഖുർആൻ പഠിപ്പിക്കുന്നതാണ്. 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാൻ 38-ാമത്തെ വചനമാണ്. ഹുനാലിക ദാ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു, പടച്ചവനെ എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് റബ്ബിനോട്. ഇത് പ്രവാചകന്മാരുടെ പാത, ഇത് ഖുർആനിന്റെ പാത, ഇത് ഖുർആൻ കാണിച്ച വഴി. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. ഖുർആൻ നിങ്ങളെ ഏറ്റവും ചൊവ്വായതിലേക്ക്, ഏറ്റവും ഋജുവായതിലേക്ക്. ഖുർആനിൽ വക്രയില്ല, ഖുർആനിൽ പിഴവുകളില്ല. അതിന്റെ മുന്നിലൂടെ, അതിന്റെ പിന്നിലൂടെ, അതിന്റെ ഇടതുഭാഗത്തുകൂടെ, അതിന്റെ വലതുഭാഗത്തുകൂടെ യാതൊരു അക്രമവും അതിൽ കടന്നു വന്നിട്ടില്ല. അതിനാൽ നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങുക, ആ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. ഇനി നിങ്ങൾ ആലോചിച്ചോ, നമുക്ക് രോഗം വരാറുണ്ട്, നമുക്ക് പ്രയാസങ്ങൾ വരാറുണ്ട്, നമുക്ക് ക്യാൻസർ ബാധിക്കാറുണ്ട്, നമുക്ക് എയ്ഡ്സ് വരാറുണ്ട്, എബോള വരാറുണ്ട്, മാരകമായ വിറയൽ വരാറുണ്ട്, വസൂരി വരാറുണ്ട്. അങ്ങനെ രോഗങ്ങൾ വന്നാൽ എന്ത് വേണം? എന്ത് വേണം? ഖുർആൻ പറയട്ടെ, സൂറത്ത് അംബിയ 81-ാമത്തെ അധ്യായം, സൂറത്ത് അംബിയ 21-ാമത്തെ അധ്യായം 83-ാമത്തെ വചനം. വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർ വഅൻത അർഹമുർ റാഹിമീൻ വഅൻത അർഹമുർ റാഹിമീൻ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്നവരെ, പള്ളിയിൽ നിന്ന് നമസ്കരിക്കുമ്പോ നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിൽ നീ ഞങ്ങളെ നയിക്കണേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാത. അതാരാണ്? ഫമൻ യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅൽ ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. 4-ാം അധ്യായം സൂറത്ത് നിസാ 69-ാമത്തെ വചനമാണ്. ആരല്ലാഹുവിനെ അനുസരിച്ചുവോ, ആര് റസൂലിനെ അനുസരിച്ചുവോ, അവർ പ്രവാചകന്മാരുടെ കൂടെയാണ്, സിദ്ദീഖുകളുടെ കൂടെയാണ്, സ്വാലിഹീങ്ങളുടെ കൂടെയാണ്, രക്തസാക്ഷികളുടെ കൂടെയാണ്. ആ പ്രവാചകന്മാരിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം 12 കൊല്ലം മാരകമായ രോഗം പിടിപെട്ട് ശരീരം മുഴുവനും ദുർഗന്ധം വമിക്കുന്ന, പൊട്ടിയൊലിക്കുന്ന രോഗം. പ്രതാപങ്ങൾ നഷ്ടപ്പെട്ടു, കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു, എല്ലാവരും ഒഴിഞ്ഞുപോയി. ഇതൊരു പരീക്ഷണമാണ്. മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനാതി ഫീ നഫ്സിഹി വമാലിഹി വവലദിഹി. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്,
പഠിപ്പിക്കുകയാണ്. സത്യവിശ്വാസിക്കും വിശ്വാസിനികൾക്കും പരീക്ഷണങ്ങളായിക്കൊണ്ടേയിരിക്കും, ഒരു കണ്ടിന്യൂസിംഗ് പ്രോഗ്രാമായി. അത് മരിക്കുന്നത് വരെ, പാപമുക്തരായിട്ട് റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ അങ്ങനെ പരീക്ഷിച്ചിട്ട് അയ്യൂബ് നബി അല്ലാഹുവിനോട് തേടുകയാണ്, വഅൻത അർഹമുർ റഹീമീൻ, നീ അളവറ്റ ദയാപരനല്ലയോ തമ്പുരാനെ, നീ അളവറ്റ ദയാപരനല്ലയോ. അവിടെ അസ്വസ്ഥതയല്ല, ഒരു ദർഗയിലും ചെന്നില്ല, ഒരു ചരടും മന്ത്രിച്ചു ഊതിക്കെട്ടിയില്ല, ഒരു വലിയന്റെ താവളത്തിലും ചെന്നില്ല. അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച കഥ അത് എത്ര സുന്ദരമാണ്, അല്ലാഹുവിന്റെ വചനമാണ്. സഹോദരാ, യൂനിസ് നബി അലൈഹിസ്സലാം അഞ്ചിരുട്ടറകൾക്കുള്ളിൽ, ഒന്ന് രാത്രിയുടെ ഇരുട്ട്, 2 കാർമേഘത്തിന്റെ ഇരുട്ട്, 3 തിരമാലകളുടെ ഇരുട്ട്, 4 ആഴം കൂടിയ ഇരുട്ട്, 5 മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ട്, 5 ഇരുട്ടറകളിൽ കിടന്ന് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നബിമാർ, നൂഹ് അലൈഹിസ്സലാം, സാലിഹ് നബി, ഹൂദ് നബി, ഇല്യാസ്, ദുൽഖിഫിലി, മഹാനായ മൂസാ നബി, മഹാനായ ഈസാ നബി, ദാവൂദ് നബി, സുലൈമാൻ നബി, അങ്ങനെ എത്രയെത്ര നബിമാരുണ്ടോ ആ നബിമാർ മുഴുവനും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചില്ലയോ? ആ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമല്ലയോ? വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചോ, അവൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. അവനോട് ഇബാദത്ത് ചെയ്യാതെ ഗർവ് നടിച്ച് തിരിഞ്ഞു കളയുന്നവർ സയദ്ഖുലൂന ജഹന്നം, അവർ നരകത്തിൽ പ്രവേശിക്കും. വസാഅത് മസീറ, അതത്ര മോശമായ താവളമാണ് എന്ന് അല്ലാഹു 40-ാം അധ്യായം 60-ാമത്തെ വചനത്തിൽ പറയുന്നു. കുല്ലിദു അല്ലദീന സഅൻതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീലാ ഉലൈക അല്ലദീന യദൂന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ വമൻ അളല്ലു മിമ്മൻ യദൂ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ബുശിറൻ നാസു കാനൂ ലഹും അദാൻ وكانوا بعبادتهم كافرين واذا سالك عبادي عني فاني قريب اجيب دعوه الداعي اذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. എത്ര വചനങ്ങളാണ്! 17-ാം അധ്യായം 56-57 വചനങ്ങളിൽ നിങ്ങൾ ഏറ്റവും ഉന്നതരായ അല്ലാഹുവുമായി ഏറ്റവും അടുത്ത വലികളുണ്ടല്ലോ, അമ്പിയാക്കളുണ്ടല്ലോ, അവര് പോലും അല്ലാഹുവിനോടാണ് തേടുന്നത്. അവർ അല്ലാഹുവിന്റെ ശിക്ഷ ഭയപ്പെടുന്നു, അവർ അല്ലാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾ അമ്പിയാക്കളോട് പ്രാർത്ഥിക്കരുത്, ഔലിയാക്കളോട് പ്രാർത്ഥിക്കരുത്. നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്ക്, അല്ലാഹുവിനോട് പറ, നിങ്ങളുടെ പ്രയാസം അല്ലാഹുവിനോട് പറ. വൈദാ ഫറഅത ഫൻസബ് വൈലാ റബ്ബിക ഫറഅബ്, എല്ലാ കാര്യവും നിന്റെ റബ്ബിനോട് പറഞ്ഞോ. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖലൈത. അല്ലാഹു തടഞ്ഞത് നൽകാൻ, അല്ലാഹു നൽകിയത് തടയാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് എനിക്ക് രോഗമുണ്ടോ, അത് അല്ലാഹുവാണ് ശിഫയാക്കുക. ഡോക്ടറെ കാണിക്കണം, പടച്ചവനോട് തേടണം. അതാണ് ഇസ്ലാമിന്റെ ചികിത്സാ രീതി. ഇസ്ലാം അനുവദിച്ച ഏറ്റവും ഉന്നതമായ തൗഹീദിൽ അധിഷ്ഠിതമായ മന്ത്രമുണ്ട്. അത് മുഅവ്വിദത്താനിയാണ്, ആയത്തുൽ കുർസിയാണ്. അതോതി കയ്യിലൂതി ഏതൊരു രോഗിക്കും സ്വന്തമായി തടവാം. അത് ഇസ്ലാം പഠിപ്പിച്ച ചികിത്സയാണ്. അതിനെതിരെയുള്ള വിദഗ്ധത്തിന്റെ ചികിത്സകൾ, ശിർക്കിന്റെ ചികിത്സകൾ പാടില്ല മനുഷ്യരെ എന്ന് ലോകത്തോട് പറയാൻ ഒരു പ്രസ്ഥാനം, ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഒരു ന്യൂനപക്ഷം, സത്യം വിളിച്ചു പറയുന്ന ഒരു ന്യൂനപക്ഷം ലോകം അവസാനിക്കുന്നത് വരെ. അതാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഞങ്ങൾക്ക് ഒരു പ്രതിഫലവുമില്ല, ആരിൽ നിന്നും ഞങ്ങൾ പ്രതിഫലം സ്വീകരിക്കുന്നില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത് ജൂത മേധാവിത്വത്തിന്റെ രാജ്യമാണ്. ജൂതന്മാരുമായി നമുക്ക് ബന്ധമില്ല. ആ ജൂതന്മാരുമായി ബന്ധപ്പെടുകയും അവരെ ഏജൻസിയായി പ്രവർത്തിക്കുകയും അവർ പണം നൽകുകയും ചെയ്യുന്ന വിധി പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് സെലഫികളെന്ന പ്രചണ്ഡമായ ഒരു പ്രചരണമുണ്ട്. അത് കള്ളപ്രചരണമാണ്, അത് തെറ്റായ ധാരണയാണ്, അറിവില്ലായ്മ കൊണ്ട് തോന്നുന്നത്. ഇവിടെ ആരുടെയും പണം ആവശ്യമില്ല. ഇവിടെ അല്ലാഹുവിന്റെ വജ്ഹ്, പടച്ചവനെ നിന്റെ ദീൻ, നിന്റെ ഈ ആദർശം ഇത് ലോകത്ത് പ്രചരിപ്പിക്കാനാണ് മദായിനിൽ സാദർ റളിയല്ലാഹു വന്നത്, മദീനയിൽ മിസ്ബർ റളിയല്ലാഹു ചെന്നത്. അതുപോലെ
തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഹാബികൾ ചെന്നത്, അവരേറ്റെടുത്ത ഉത്തരവാദിത്തം, ജനങ്ങൾക്ക് എത്തിച്ച ഉത്തരവാദിത്തം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ പായായി പോകരുത്. അവിടെ റബ്ബിന്റെ കോടതിയിൽ സംഘങ്ങളായി നരകത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകാതിരിക്കാൻ, മറിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ ഈ വഴി സ്വീകരിച്ചോളൂ. ഇതാണ് മാറ്റത്തിന്റെ വഴി, ഇത് സ്വർഗത്തിന്റെ വഴി, ഇത് പ്രവാചകന്മാരുടെ വഴി, ഇത് സഹാബികളുടെ വഴി, ഇത് താബികളുടെ വഴി, ഇത് താബികളുടെ വഴി, ഇത് സത്യത്തിന്റെ വഴി. ഈ വഴി സ്വീകരിച്ചവർക്ക് മോചനം എന്നാണ് ഖുർആൻ മനുഷ്യരോട് പറയുന്നത്. ഇത് പ്രവാചകന്റെ വചനങ്ങളുടെ സദസ്സാണ്. റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലു ഉമ്മത്തിൻ യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ നബാ ഖീല വമൻ നബാ യാ റസൂലല്ലാഹ് വമൻ നതാനി ദഖലൽ ജന്ന വമൻ നസാനി ഫഖദ് അബാ. എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകളും സ്വർഗ്ഗത്തിൽ പോകും, ഇല്ലാ മൻ നബാ, വിസമ്മതിച്ചവരൊഴികെ. ഖീല വമൻ നബാ യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ വിസമ്മതിച്ചവർ? ആരാ വിസമ്മതിച്ചവർ? വമൻ നതാനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ സ്വർഗ്ഗത്തിൽ പോകും. എന്നോട് അനുസരണക്കേട് കാണിച്ചവന്റെ സ്ഥിതി കഷ്ടമാണ്, നഷ്ടമാണ്, അവൻ നരകത്തിലാണ്. നോക്ക് നിങ്ങൾ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് എന്തെന്ന് കൊണ്ടുവന്നോ അത് നിങ്ങൾ സ്വീകരിക്കണേ. റസൂൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറഞ്ഞത് നിങ്ങൾ ഒഴിവാക്കണേ എന്ന് 59-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ പറയുകയാണ്. ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖലൈത വയുസല്ലിമൂ തസ്ലീമാ. ഫലാ വറബ്ബിക്, അല്ലാഹു ആണ് സത്യം, ലാ യുഅ്മിനൂൻ, നിങ്ങൾ വിശ്വാസികളാവുകയില്ല. ഏതുവരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. റസൂൽ ഒരു കാര്യത്തിൽ വിധി പറയുക, എന്ന് നിങ്ങൾക്ക് മനസ്സിൽ ചൊറിച്ചിൽ തോന്നുക, താടി വിട്ടേക്കണേ, താടി നീട്ടണേ എന്ന് 25 വചനങ്ങളിലൂടെ, ഹദീസുകളിലൂടെ പഠിപ്പിക്കുകയാണ് റസൂല്. അതുപോലെ തന്നെ വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ. അല്ലാഹു റസൂലും ഒരു കാര്യത്തിൽ വിധി പറഞ്ഞാൽ പിന്നെ സത്യവിശ്വാസിനിക്ക് എതിരഭിപ്രായമില്ല. ഞങ്ങളത് കേട്ടു എന്നത് സൂറത്ത് അഹ്സാബിലെ 36-ാമത്തെ വചനം, സൂറത്ത് നിസായിൽ 65-ാമത്തെ വചനം, ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. ഇത് സ്വീകരിക്കേണ്ടവരാണ്. കുൽ പറയുക പ്രവാചക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിയൂനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. പറയുക പ്രവാചക, അവർ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ? അവർ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ? എങ്കിൽ അവരോട് പറ പ്രവാചക, പ്രവാചകനെ പിന്തുടരാൻ പറ. ഇത്തിബാഉർ റസൂൽ, ത്വരീഖത്തുർ റസൂൽ, അതാണ് കൃത്യമായ വഴി. അല്ലാതെ ത്വരീഖത്ത് സ്വീകരിച്ച്, അങ്ങ് ഈജിപ്തിലെ ത്വരീഖത്ത് സ്വീകരിച്ച്, ദസൂഖി ത്വരീഖത്ത് സ്വീകരിച്ച് റസൂലിന്റെ മില്ലത്തിൽ നിന്ന് ചെതറിപ്പോയാൽ അപകടമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ ഖാദിരിയ്യ ത്വരീഖത്ത്, ചിശ്തിയ്യ ത്വരീഖത്ത്, അങ്ങനെ അനവധി ത്വരീഖത്തുകളിൽ പെട്ടുപോയ മനുഷ്യരോട് റസൂലുള്ളാഹിന്റെ ത്വരീഖത്തിലേക്ക് വാ, ആ വിജയത്തിന്റെ വഴി സ്വീകരിക്ക്. 73 വിഭാഗമായി കക്ഷികളായ എന്റെ ഉമ്മത്ത് പിരിയും. അവരിൽ ഒരു വിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും നരകത്തിലാണ്. ഇന്നത്തെ ദിവസം ഞാനും എന്റെ സഹാബികളും ഏതുപോലെ ജീവിച്ചുവോ അതുപോലെ ജീവിച്ചു മരിക്കുന്ന ആളുകൾ. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് തൗബ 100-ാമത്തെ വചനമാണ്. മുൻകടന്നുപോയ സഹാബികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മങ്കൂസ് കഴിച്ചിട്ടില്ല, റാത്തീബ് കഴിച്ചിട്ടില്ല, മാലപ്പാട്ടുകൾ ചൊല്ലിയിട്ടില്ല. അവർ ഖുർആൻ മാത്രം ഓതിയവർ, അവർ പ്രവാചക വചനം ഉരുവിട്ടവർ, അത് പഠിച്ചവർ. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. റസൂൽ പരലോകത്ത് പരാതി പറയും, ഖിയാമത്ത് നാളിൽ പരാതി പറയും, എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യ കോടിയിലേക്ക് തള്ളിക്കളഞ്ഞു റബ്ബേ. എന്റെ ഉമ്മത്ത് ഖുർആൻ പഠിച്ചില്ല, മുസ്ലിങ്ങൾ ഖുർആൻ
പഠിച്ചില്ല, മൊഹീദീമാല പഠിച്ചില്ല എന്നല്ല, മങ്കൂസ് പഠിച്ചില്ല എന്നല്ല, ഖുതുബിയത്ത് പഠിച്ചില്ല എന്നല്ല, ഇഖ്ബാലിന്റെ കവിത പഠിച്ചില്ല എന്നല്ല, മറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ 25-ാം അധ്യായം 30-ാമത്തെ വചനമാണ്. അത് നമ്മൾ നെഞ്ചിലേറ്റേണ്ടതാണ്, ഖുർആൻ പഠിക്കേണ്ടതാണ്. വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക. ആരെങ്കിലും ഈ ഖുർആനിനെ വിട്ട് തിരിഞ്ഞു കളഞ്ഞാൽ ഒരു ഇടുങ്ങിയ ജീവിതമാണ് ഇവിടെ. വനഖ്ശുറുഹു യൗമൽ ഖിയാമത്തി അമാ. അന്ധനായിട്ട് ഖിയാമത്ത് നാളിൽ വരും. ഖുർആൻ പഠിക്കാത്തവൻ, ഖുർആൻ മനപ്പാഠമില്ലാത്തവൻ, ഖുർആൻ അനുസരിച്ച് ജീവിക്കാത്തവൻ, അവന്റെ സ്ഥിതി കഷ്ടമാണ്, നഷ്ടമാണ്, നരകമാണ് അവന് ലഭിക്കാനിരിക്കുന്നത്. നടക്കൂ നടക്കൂ നരകത്തിലേക്ക്. വൈമിൻകും മില്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ്യ. ആ നരകത്തിന്റെ വക്കിലൂടെ നടന്നു പോകും, അത് കാണേണ്ടി വരും, ആ നരകത്തിൽ പോകേണ്ടി വരും. 19-ാം അധ്യായം 71-ൽ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഖുർആനാണ് നമ്മുടെ മാർഗദർശി, അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. സഹോദരങ്ങളെ, അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ഒരു 3-4 ക്വസ്റ്റ്യൻ, ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഞാൻ അതൊന്നും ഇങ്ങനെ പറഞ്ഞു പോവാം. വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത് എപ്പോഴാണ്? നബിയുടെ കാലശേഷമാണെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ? വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത് നബിയുടെ കാലത്താണ്, അതുകൊണ്ട് തന്നെ സ്വീകരിക്കുകയും ചെയ്യും. റസൂല് വഫാത്താകുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഞാനല്ല പറയുന്നത്, അല്ല പറയാം, പടച്ച തമ്പുരാൻ പറയാം. കേട്ടോ, എഴുതിയെടുത്തോ, പഠിച്ചോ. സൂറത്ത് ഖിയാമ 75-ാമത്തെ വചനം 16 മുതൽ 19 വരെയുള്ള വചനം. ഇവിടെ പറയുന്നതിന് എന്താ അറിയോ? വൈദാ ജമഅഹു. നോക്കൂ, ഖുർആനിന്റെ ക്രോഡീകരണം അത് അള്ളാന്റെ ബാധ്യതയെ പടച്ചോ പറയാ. സുമ്മ ഇന്ന, എന്നിട്ട് അള്ളാഹുവോട് പറയുന്നത് സുമ്മ ഇന്ന അലൈനാ ബയാന. അതായത് ആയത്ത് ഓതി തരേണ്ടതും അത് നിനക്ക് മനഃപ്പാഠമാക്കി തരേണ്ടതും അത് ക്രോഡീകരിക്കേണ്ടതും അതിന്റെ വ്യാഖ്യാനം നൽകേണ്ടതും അള്ളാഹുവിന്റെ ഡ്യൂട്ടിയാണ്. അത് അള്ളാഹു ഭംഗിയായിട്ട് നിർവഹിച്ചു. ഇതാണ് സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള ആയത്ത്. ആ ആയത്തിന്റെ വിശദീകരണങ്ങൾ എടുത്തു നോക്ക്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവസാനത്തെ റമളാനിൽ വന്നിട്ട് 2 തവണ റൊട്ടേറ്റ് ചെയ്ത് ഓതി ക്രോഡീകരിച്ച് ഏതൊക്കെ അധ്യായം, ഏതൊക്കെ തർത്തീബ്, മക്കി സൂറത്ത് ഏത്, മദീനി സൂറത്ത് ഏത് എന്ന് കൃത്യമായി വേർതിരിച്ച് ക്രോഡീകരിച്ചു വെച്ചു. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് നടന്നതോ അത് ഖുർആൻ ക്രോഡീകരണമല്ല, ക്രോഡീകരിച്ച 114 അധ്യായമുള്ള ഖുർആനിനെ ഒരു ചട്ടക്കുള്ളിലേക്ക് മാറ്റുക എന്ന ഡ്യൂട്ടി അല്ലാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് വേറൊരു ഡ്യൂട്ടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഏറ്റവും തൃപ്തികരമായ മറുപടി പറഞ്ഞു. മൗലിദ് ശിർക്കാണെന്ന് വിശുദ്ധ ഖുർആനിൽ ഏതായത്തിലാണുള്ളത്? അത് വല്ലാത്തൊരു ചോദ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കോട്ടയത്തെ മുഹമ്മദ് കള്ളു കുടിക്കരുത് എന്ന് ഖുർആനിലുണ്ടോ? ഉണ്ടോ? ഇല്ല. തിരുവനന്തപുരത്തെ ബഷീർ വ്യഭിചരിക്കരുത് എന്ന് ഖുർആനിൽ എവിടെങ്കിലും ഉണ്ടോ? വ്യഭിചരിക്കരുത് എന്ന് ഖുർആനിലുണ്ട്, എല്ലാവർക്കും ബാധക. കള്ളു കുടിക്കരുത് എന്ന് ഖുർആനിലുണ്ട്, എല്ലാവർക്കും ബാധക അല്ലേ? അത് ഇന്നടുത്ത് ആളെ പേരെടുത്ത് പറയൂ, പേരെടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇല്ല. മറിച്ച് മൗലിദിൽ ശിർക്കുണ്ടോ, മൗലിദ് ചെല്ലുന്നതിൽ ശിർക്കുണ്ടോ? ഉണ്ട് എന്നാണ് പറയുന്നത്. അത് തിരുത്തിയാ മതി എന്നാ പറയുന്നത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശിർക്ക് തിരുത്തേണ്ടതാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? പിന്നെ വലൗ അന്നഹും യുളമു, ഈ ആയത്ത്, ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലില്ല. ഇങ്ങനെ തുടങ്ങുന്ന ഒരു ആയത്ത് ഖുർആനിലില്ല. പിന്നെ ഖുർആനിൽ എന്താ ഉള്ളത്? ഖുർആനിലെ 4-ാം അധ്യായം സൂറത്ത് നിസാ 64-ാമത്തെ ആയത്ത് തുടങ്ങുന്ന എങ്ങനെ? വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാ വലൗ അന്നഹും യുളമൂന. അല്ലാതെ വലൗ അന്നഹും യുളമൂന ഒരു ആയത്ത് തന്നെ ഖുർആനിലില്ല. അതുകൊണ്ട് തന്നെ ആ ആയത്തിന്റെ വ്യാഖ്യാനം വളരെ ഖണ്ഡിതമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താണ് പ്രശ്നം? ആയത്തിന്റെ മേലെയും ആയത്തിന്റെ താഴെയും നമ്മൾ നന്നായിട്ട് പഠിച്ചു നോക്കൂ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ വിധികർത്താവായി. നബിയുടെ വിധി സ്വീകരിക്കാതെ ചില ജൂതന്മാരുടെ വിധിയും തേടി അവർ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവായി സ്വീകരിക്കാതെ, നബി എന്ന അമീറിനെ അംഗീകരിക്കാതെ അവർ തെറ്റ് ചെയ്തു. അവിടെ അള്ളാഹു പറയാണെന്ത്? സ്വന്തത്തോട് നിങ്ങൾ തെറ്റ് ചെയ്തു പോയി. ഒരു ലീഡർ ഉണ്ടായിട്ട് ആ ലീഡറെ ധിക്കരിച്ച് നിങ്ങൾ താവൂത്തി വിധി തേടിപ്പോയി.
ആ വിധി തേടിപ്പോയ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നേതാവെന്ന നിലയിൽ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ മാപ്പ് പറയണം. കാരണം ഇസ്ലാമിൽ തൗബ സ്വീകരിക്കാൻ ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അറിയും. ഞാൻ നിങ്ങളിൽ ഒരാളോട് തെറ്റ് ചെയ്താൽ ഞാൻ നിങ്ങളോട് പറയണം, ബഷീർക്ക നിങ്ങളെ 10,000 രൂപ ഞാൻ മോഷ്ടിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ പറ്റി ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ബഷീർ ഖാനോട് പറഞ്ഞിട്ട് ബഷീർ ഖാൻ മാപ്പാക്കിയാലാണ് അല്ലാഹു മാപ്പാക്കുക. അതാണ് ആ ആയത്ത് പറയുന്നത്. എന്നിട്ട് ആ ആയത്ത് പറയുന്നത് എന്താ? റസൂലിന്റെ അടുത്ത് എന്നവർ റസൂലിനോട് മാപ്പ് പറയണം. അങ്ങ് ലീഡറായിരുന്നു, നിങ്ങൾ അംഗീകരിച്ചില്ല, നിങ്ങൾ പറഞ്ഞു കേട്ടില്ല, നിങ്ങൾ വേറൊരു വഴി സ്വീകരിച്ചു, അതുകൊണ്ട് പ്രവാചക നിങ്ങളെ ധിക്കരിച്ച് നിങ്ങൾ മാപ്പാക്കും. എന്നിട്ട് ഞങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി താങ്കൾ അല്ലാഹുവിനോട് പാപമോചനം തേടണം. അല്ലാതെ റസൂലെ ഞങ്ങൾ നിങ്ങളോട് പാപമോചനം തേടുന്നു എന്നല്ല. റസൂൽ അവർക്ക് വേണ്ടി, അതാണ് റസൂൽ അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് തേടുക. അവർ റസൂലിനോട് അത് ആവശ്യപ്പെടുക, ഞങ്ങൾക്ക് മാപ്പാക്കണം എന്ന് റസൂലിനോട് പറയാം. അവർ റസൂലിനോട്, അത് ഏത് കാലത്തും അങ്ങനെ. ഇന്നിപ്പോ ഒരു ഇമാമിനോട് ഒരാൾ തെറ്റ് ചെയ്തു, ഈ പള്ളിയിൽ ഇമാമിനോട് ഒരാൾ തെറ്റ് ചെയ്താൽ അയാൾ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ എടുത്തിട്ട് കാര്യമല്ല, ആ നേതാവിന്റെ അടുത്ത് എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് എതിരായിട്ട് തെറ്റ് ചെയ്തു, അത് എന്നതായിരുന്നു, നിങ്ങൾ എനിക്ക് മാപ്പാക്കി തരണം. അത് ഇസ്ലാം പഠിപ്പിച്ച തൗബയുടെ മാനദണ്ഡ. അതില് മഹാന്മാരോടുള്ള പ്രാർത്ഥനയില്ല. അങ്ങനെ സഹാബികൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. പിൽക്കാലത്ത് എത്രയോ തെറ്റ് ചെയ്ത ഏതെങ്കിലും സഹാബികൾ ഈ ആയത്തിലെടുത്താൻ റസൂലുള്ളാഹിനോട് പാപമോചനം തേടിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ആരും വ്യാഖ്യാനിച്ചിട്ടും ഇല്ല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഓഹോ, ഞാൻ ഈ വിഷയത്തിൽ അവതരിപ്പിച്ചു പോകുന്ന കാര്യം, നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് ഞാനൊരു പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു, അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം. ഞാനിവിടെ പറയുന്നത്, സക്കാത്ത് കൊടുക്കാതായാൽ മഴ തടയപ്പെടുന്ന ഹദീസിലുണ്ട്. അതുപോലെ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ എടുക്കുന്നത് അവസാനിച്ചാൽ അല്ലാഹു മഴ ചൊരിയാതിരിക്കുന്ന ഹദീസുകളിലുണ്ട്. ആയത്തുകളുടെയും ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കണം. ഓരോ പ്രദേശത്തും അല്ലാഹുവിന്റെ കരുണയും കാരുണ്യവും ലഭിക്കാതിരിക്കാൻ വല്ല കാരണമുണ്ടോ? ഉണ്ടെങ്കിൽ ആ കാരണങ്ങൾ ഇല്ലായ്മ ചെയ്യണം. അത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചെന്നാ. മഴ പെയ്യേണ്ട നല്ല കാലത്ത് മഴ പെയ്തിട്ടില്ല, പള്ളിയിൽ അതിനുവേണ്ടി പ്രാർത്ഥന ഉണ്ടാവണം, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം ഉണ്ടാവണം. അപ്പൊ ഓരോ പ്രദേശത്ത് മഴയില്ലാത്തടത്ത് നടത്തണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ തീരുമാനം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. അത് ചെയ്യണം. അത് ഏത് പ്രദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും. അല്ലെ, മഴ അധികരിച്ച് അല്ലാഹു പരീക്ഷിക്കുകയാണെങ്കിൽ അവിടെയും പ്രാർത്ഥനയുണ്ട്. അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാണ്. ആ രീതി ചെയ്യും. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യങ്ങളിലും ഇന്നത് ശിർക്ക്, ഇന്നത് കുഫ്ർ, ഇന്നോലൊക്കെ മുശ്രിക്ക്, ഇന്നോലൊക്കെ കാഫിർ എന്ന് പറയാൻ വന്നവരല്ല ഞാൻ. വിശുദ്ധ ഖുർആൻ ആയത്തോതി ഹദീസ് ഉദ്ധരിച്ച് പ്രവാചകന്മാർ പഠിപ്പിച്ച കൃത്യമായ ദീൻ അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ചോദ്യവും മറുപടിയും ഒക്കെ ആകുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ അത് ദീർഘിച്ചു. നമ്മുടെ പെർമിഷൻ അനുസരിച്ച് നമ്മുടെ സമയം പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അനുവദിച്ച സമയം, ഇൻഷാ അല്ലാഹ് നമ്മളിതൊരു തുടക്കമല്ലേ. നമുക്ക് ഇൻഷാ അല്ലാഹ് കൂടുതൽ ചോദ്യങ്ങളും മറുപടികളും ഒക്കെയായി ഓരോ വിഷയങ്ങൾ കൃത്യമായി പഠിക്കുന്ന രീതി. ഇതൊന്നും വാശിയുടെ ഒരു പ്രശ്നമൊന്നുമില്ല. മരിച്ചു പടച്ചോന്റെ അടുത്തെത്തുമ്പോൾ അവിടെ രക്ഷപ്പെടണം. അതിന് ഓരോരുത്തരുടെ നഫ്സിനെ രക്ഷപ്പെടുത്തുക. അതിന് കൂടുതലായി, അതായത് ദുനിയാവിൽ എന്തെല്ലാം നമ്മൾ പഠിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ, കമ്പ്യൂട്ടർ പുതിയൊരു സംവിധാനം, മൊബൈൽ പുതിയൊരു സംവിധാനം, ആർക്കാ അത് അറിഞ്ഞുകൂടാത്തത്? ഏത് മനുഷ്യർക്കാ അത് അറിഞ്ഞുകൂടാത്തത്? പക്ഷേ ഖുർആൻ അറിയില്ല, സുന്നത്ത് അറിയില്ല. 14 നൂറ്റാണ്ട് മുമ്പ് റസൂല് നമ്മളെ കയ്യിൽ ഏൽപ്പിച്ച അത് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല നമ്മളിൽ പലരും. അതുകൊണ്ട് ശരിക്കും പഠിക്കുക, ജമാഅത്തൊക്കെ കൃത്യമായി നിർവഹിക്കുക, ബിദ്അത്തുകളിൽ നിന്ന് രക്ഷപ്പെടുക, സുന്നത്തിനെ പൂർണ്ണമാക്കുക, അങ്ങനെ ദീനനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ദീനനുസരിച്ച് ജീവിച്ചാലോ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളെ, സമാധാന ചിത്തരായി നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങിക്കൊള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നതാണ്. അതുകൊണ്ട് വാശിയില്ലാതെ ഖുർആനും സുന്നത്തും നമ്മൾ നിരന്തരമായി പഠിച്ച് ആരോടും, അല്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വാപ്പാനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് പിതൃവിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നഫ്സിനെ യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും എന്ന് പറഞ്ഞ സൂറത്ത് മാഇദയുടെ 105-ാമത്തെ വചനം പറഞ്ഞ ആ ഒരു തത്വമുണ്ടല്ലോ, സ്വന്തം നഫ്സിനെ നരകത്തെന്ന് കാത്തുകൊണ്ട് മരണം ഉറപ്പാണ്, മരണാനന്തര ജീവിതവും ഉറപ്പാണ്. ആ ജീവിതത്തിൽ രക്ഷപ്പെട്ട് സഹാബികളെ പോലെ അവർ ജീവിച്ച വഴി അനുസരിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളിൽ ഓരോരുത്തരോടും ആവശ്യപ്പെട്ടുകൊണ്ട്
ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളോടും നിറഞ്ഞ ഹൃദയത്തോടെയും നിറഞ്ഞ സ്നേഹത്തോടെയും ഒരു പുതിയ പ്രസ്ഥാനത്തിന്റെ പ്രഭാഷണം നടന്നിട്ട് പോലും വളരെ ഹൃദയം തുറന്ന് നിങ്ങൾ കേൾക്കാൻ കാണിച്ച സന്മനസ് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രശംസിക്കേണ്ടതാണ്. വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്, മനുഷ്യർക്കിടയിലൊക്കെ ഉണ്ടാവും. അത് അവരവരെ സ്റ്റേജ് കെട്ടി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് ഇന്നെന്ന കാര്യങ്ങൾ ഇന്നതാണ് തെറ്റ്, ഇന്നത് ശരിയാണെന്ന് പറഞ്ഞ് ജനങ്ങൾ രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കുന്നൊരവസ്ഥ ഉണ്ടായാൽ അതൊക്കെ നല്ല കാര്യമാണ്. ഏതായിരുന്നാലും നിങ്ങളൊക്കെ നിന്നു, കേട്ടു, അറിഞ്ഞു, മനസ്സിലാക്കി, ചർച്ച ചെയ്യുന്നു എന്നറിഞ്ഞതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. നാഥ, ഹിദായത്ത് കൊടുക്കുന്നത് നീയാണ്. സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തി സത്യത്തിന് വേണ്ടി ജീവിച്ച് സത്യത്തിന് വേണ്ടി മരിക്കുന്ന മുത്തക്കീങ്ങളിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. നാളെ മഹ്ശറിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും നാഥ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. നാളെ മഹ്ശറിൽ അർശിന്റെ തണൽ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.